ഈ അന്ത്യകാലത്ത്, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് പാപം വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷിച്ച നാളുകളിൽ ദുഷ്ടതയ്ക്കെതിരായിട്ട് പ്രസംഗിക്കണം എന്നാണ് ദൈവം പലപ്പോഴും തൻ്റെ ദാസന്മാരോട് ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ എന്തുകൊണ്ടെന്നറിയില്ല, പാപത്തിനെതിരെ പ്രസംഗിക്കുവാൻ പലർക്കും ഭയമാണ്. യോനാ പ്രവാചകനോട് നീ നിനവയിലേക്ക് ചെന്ന് ആ പട്ടണത്തിൻ്റെ ദുഷ്ടതയ്ക്കെതിരായി പ്രസംഗിക്കുവാൻ പറഞ്ഞ സന്ദർഭത്തിലാണ് യോന ഒഴിഞ്ഞു മാറുന്നത്. ഇന്ന് എല്ലാവർക്കും പ്രസംഗിക്കുവാൻ ഇഷ്ടം ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ വിസ്മയവും ഭയങ്കരവും ആയത് ദേശത്ത് സംഭവിക്കുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ വ്യാജമായി പ്രവചിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടം ആകുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? വാസ്തവത്തിൽ ഈ കാലങ്ങളിൽ പണക്കൊതി വർദ്ധിക്കുന്നു, അതിനെതിരെ ആരും പ്രസംഗിക്കുന്നില്ല. ലൈംഗികമായ ഒരുപാട് പാവങ്ങൾ സഭകളിൽ നടക്കുന്നു, അതിനെതിരെ ആരും വിരൽ ചൂണ്ടുന്നില്ല. ക്ഷമിക്കാത്ത മനസ്സുമായിട്ട് വന്നിരുന്ന് കർത്തൃമേശ എടുക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. ഇത് തെറ്റാണെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ കോപം ഉള്ളിൽ വെച്ചുകൊണ്ട് മാനവും സ്ഥാനവും അന്വേഷിക്കുന്ന ആളുകൾ, പരദൂഷണം പറയുന്നവർ, വ്യർത്ഥ സംസാരത്തിൽ സമയം ചിലവിടുന്നവർ, ഇതൊന്നും പാപമാണെന്ന് പോലും ആർക്കും തോന്നുന്നില്ല. ഇതിനെതിരെ പ്രസംഗിക്കുന്ന ഏർപ്പാട് പലർക്കും പലയിടത്തും ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് ബഹുമതി ലഭിക്കാനായിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് തികച്ചും പാപമാണ് എന്നുള്ളതാണ്. റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് പറയുന്നു. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്നതിൽ നിന്നപ്പുറമായി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അഹങ്കരിക്കരുത്. പിന്നെയോ ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ച് വിവേകപൂർവം നിങ്ങൾ സ്വയം വിലയിരുത്തുകയാണ് വേണ്ടത്. ഇന്ന് മറ്റുള്ളവർക്ക് മീതെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന, തന്നെത്താൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ. നമുക്കറിയാം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതൻ, അവൻ മറ്റുള്ളവർക്ക് മീതെ തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് സാത്താനായിട്ട് മാറിയത്. ക്രിസ്തീയ ലോകത്തിലും ഇന്ന് ഈ ഒരു പ്രവണത കാണുന്നുണ്ട്. എന്തെല്ലാം വിശേഷണങ്ങളാണ് തങ്ങളുടെ പേരുകൾക്ക് മുമ്പിൽ എഴുതി ചേർത്തിരിക്കുന്നത്. റവറൻ്റെന്നും ഡോക്ടറെന്നും ഒക്കെയുള്ള സ്ഥാനമാനങ്ങൾ സ്വീകരിച്ച് യഹൂദ റബിമാരെ പോലെ പള്ളിയിൽ വന്ദനവും, അങ്ങാടിയിൽ വന്ദനവും, പള്ളിയിൽ മുഖ്യസ്ഥാനവും ഒക്കെ ആഗ്രഹിച്ച് മറ്റുള്ളവർക്കുപരി തങ്ങളെ തന്നെ ഉയർത്തുന്ന ആളുകളായിട്ട് നാം ആരും അധപ്പതിക്കുവാൻ പാടില്ല. അത് പൈശാചികമായ ആഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് മീതെ ഉയർത്തി നമ്മെ ദൈവമായിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ, സ്വയം ഉയർത്തുമ്പോൾ നമ്മിലും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതായത് മറ്റുള്ളവരെക്കാൾ എനിക്ക് മികച്ച ഒരു പ്രാസംഗികനാകണം, രോഗശാന്തി ശുശ്രൂഷക്കാരനാകണം. ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ ആകുവാൻ വേണ്ടി ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതുപോലെ മറ്റുള്ളവർക്ക് മീതെ തങ്ങളെ തന്നെ ഉയർത്തുവാൻ വേണ്ടി നാം ചെയ്യുന്ന, അതായത് മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ ശ്രേഷ്ഠനാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി കാണിക്കുന്ന
എല്ലാം പിശാചിൽ നിന്നാണ്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഇതുപോലെയുള്ള ഒരുപാട് ഹീനമായ ആഗ്രഹങ്ങൾ നമ്മുടെ പാപജഡത്തിൽ കിടക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതിനെ നാം തന്നെ യാതൊരു കരുണയും ഇല്ലാതെ നിർദാക്ഷിണ്യം അതിനെ വിധിക്കേണ്ടതാകുന്നു. അപ്പോൾ മാത്രമേ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമ്മിൽ നിന്ന് പുറത്താക്കുവാനുള്ള ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടുകയുള്ളൂ. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും താഴ്മ ധരിക്കണം എന്നാണ്. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും എന്നാണല്ലോ കർത്താവ് അരുളി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ദിനംതോറുമുള്ള ജീവിതയാത്രയിൽ നമ്മെ തന്നെ ഒരു നിലയിലും ഒരിടത്തും ഉയർത്തുവാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഞാനോ കുറയണം, യേശുവിനിൽ വളരണം എന്നുള്ളതായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ ജീവിത ലക്ഷ്യം. നമുക്ക് നമ്മെ ഏറ്റവും ചെറിയവരായിട്ട് എണ്ണുവാൻ കഴിയുമോ? പൗലോസ് പറഞ്ഞത്, ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്നാണ് എന്നെ എണ്ണുന്നത്. മറ്റൊരിക്കൽ താൻ പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. തനിക്ക് അങ്ങനെ പറയുവാൻ കഴിഞ്ഞത് തൻ്റെ ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ അവസ്ഥയോ? നാം നമ്മെ തന്നെ പരിശോധിക്കുക. നാം എന്തിനാണ് ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? നാം എന്തിനാണ് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് മീതെ നമ്മെ തന്നെ ഉയർത്തുവാനോ അതോ ദൈവത്തിൻ്റെ ഹിതം നമ്മിലൂടെ നിവർത്തിക്കുവാനോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കുക. സ്വർഗീയ പിതാവേ, പാപത്തെ നിസ്സാരമായിട്ട് കാണാതെ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന പാപത്തെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.